കേരളത്തെ സംബന്ധിച്ച് വൻകിട സ്ഥാപനങ്ങളും വൻകിട ഫാക്ടറികൾ തുടങ്ങാനുള്ള സൗകര്യമില്ല. അതിന് കുറച്ച് സ്ഥലത്തിൻ്റെയൊക്കെ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ കേരളത്തിലെ ഇത്രയും വിദ്യാഭ്യാസമുള്ള നമ്മുടെ ആൾക്കാർ ഭാരതത്തിൻ്റെ വലിയ കുതിച്ചുചാട്ടം ഏതാണ്ട് $30 ട്രില്യൺ 2047 നമ്മുടെ സ്വാതന്ത്ര്യത്തിന് 100ാം വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് $30 ട്രില്യൺ ആകുമെന്നുള്ള ഗവൺമെന്റിന്റെ അതിൽ നമുക്ക് ഓരോരുത്തർക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലേക്കുള്ള വളർച്ചയിൽ പങ്കാളിയാവാനുള്ള വലിയൊരു അവസരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഫണ്ട് റൈസിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ SME IPO, സാധാരണ IPO പബ്ലിക് ഓഫർ, ഇനിഷ്യൽ പബ്ലിക് ഓഫർ എന്ന് പറയുന്നതൊക്കെ വൻകിട സ്ഥാപനങ്ങളെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ ഗവൺമെന്റ് 2013 കമ്പനി നിയമങ്ങൾ കൊണ്ടുവന്നെങ്കിലും 2014 കഴിഞ്ഞപ്പോഴാണ് ഇത് ആക്റ്റീവായത്. നമ്മുടെ ചെറുകിട സംരംഭങ്ങൾക്കും 10 കോടിയിൽ താഴെ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ ഉള്ള കമ്പനികൾക്കും പബ്ലിക് ഫണ്ട് റേസ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഞങ്ങൾ ഒരു തീരുമാനം എടുത്തു. അപ്പോഴും ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ 3ാമത്തെ സ്ഥാപനമായിരുന്നു ഈ ഇങ്ങനെ SME പബ്ലിക് ഇഷ്യൂവിന് പോകാനായിട്ട് തീരുമാനം എടുത്തു. അപ്പോൾ അത് നമ്മുടെ രഞ്ജിത്ത് കാർത്തിയാനിയൊക്കെ അതിനകത്ത് വളരെ കാര്യമായിട്ട് ഇൻക്ലൂഡ് ചെയ്തിരുന്നു. നമ്മൾ പബ്ലിക് ഇഷ്യൂവിന് പോയി. അത് വളരെ വിജയകരമായിട്ട് 43 ടൈംസ് സബ്സ്ക്രൈബ് ചെയ്തു. പിന്നെ ഇപ്പൊ നമുക്ക് ഒരു അംഗീകാരം കൂടെ കിട്ടിയിട്ടുണ്ട്. കേരള ഗവൺമെന്റിന് മിഷൻ 1000 എന്ന് പറഞ്ഞിട്ട് 1000 സ്ഥാപനങ്ങളെ തെരഞ്ഞെടുക്കുന്ന അതിന് 250 ആയിട്ടുള്ളൂ. ഇപ്പോൾ കേരളത്തില് ഈ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള മത്സരം വന്നപ്പോഴത്തേക്ക് ശരിക്കും കേരളത്തിലെ സ്ഥിതി ഓരോ പഞ്ചായത്തിലും ഓരോ ഉദ്യോഗസ്ഥരെ വെച്ചിട്ട് സംരംഭകരെ തേടി നടക്കുക. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ സംരംഭം തുടങ്ങണം, ഞങ്ങൾ അതിനെല്ലാം എല്ലാ കാര്യങ്ങളും ചെയ്തു തരാം, ഉദ്യോഗസ്ഥർ പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കി തരും. അങ്ങനെ ഒരു രീതിയിലേക്ക് മാറി. ഇതിൻ്റെ എല്ലാം ഒരു സ്റ്റേറ്റുകൾ തമ്മിലുള്ള വളരെ ഹെൽത്തി കോമ്പറ്റീഷൻ ആയി കഴിഞ്ഞപ്പോൾ